സാർ ഞാനൊരു കാര്യം പറയട്ടെ സാർ. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫൈസാബാദിൽ വെച്ച് രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് സാർ. അയോധ്യയിലെ ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോലുകൾ, ആ താക്കോലുകൾ വീണ്ടും അത് തുറക്കാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. അതിനുശേഷം അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. യഥാർത്ഥത്തിൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ക്ഷേത്ര രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ വഴി തുറന്നു വിട്ടത് സാർ കോൺഗ്രസ് ആയിരുന്നു സാർ. ഇപ്പൊ കോൺഗ്രസ് ചെയ്യുന്നത് നവയുഗം എന്നുള്ളത് BJP യുഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയൊരുക്കലാണ് സാർ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ അപകടത്തിലാക്കും. എന്തുകൊണ്ടാണ് സാർ ഈ കേരള സ്റ്റോറി വരുന്നത്? എന്തുകൊണ്ടാണ് സാർ തെലുങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കേരള സ്റ്റോറി 1ഉം 2ഉം വരുന്നത്? കാരണം കർണാടക സ്റ്റോറി ഗുജറാത്ത് സ്റ്റോറി തന്നെയാണ് സാർ. തെലുങ്കാന സ്റ്റോറി UP സ്റ്റോറി തന്നെയാണ് സാർ. കോൺഗ്രസും BJPയും രണ്ട് പാർട്ടികളുടെ പേരുണ്ടെങ്കിലും ഒരേ രാഷ്ട്രീയത്തെ, ഒരേ പ്രത്യയ ശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പാർലമെന്ററി മിനിസ്റ്റർ